നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ബി.ജെ.പി. നേതാക്കൾക്കെതിരായ മെഡിക്കൽ കോഴ ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. നടന്നത് 1000 കോടിയുടെ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. പുറത്തുവന്ന സംഭവത്തെക്കുറിച്ച് സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം. കേരളത്തിൽ ഇപ്പോൾ നടന്നത് കേന്ദ്ര അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമെന്നും പ്രതിപക്ഷ നേതാവ്. അഴിമതിയിൽ ഉന്നതതല നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് 31-ന് രാജ്ഭവന് മുന്നിൽ ധർണ നടത്തുമെന്ന് പി തങ്കച്ചൻ. ദേശീയ തലത്തിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ അവകാശപ്പെടുന്ന ബി.ജെ.പിയുടെ പൊയ്മുഖം അഴിഞ്ഞു വീണതായും UDF കൺവീനർ. 19 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സായാഹ്ന ധർണ നടത്തുമെന്നും വിശദീകരണം. കോഴ ആരോപണത്തിൽ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം കടുത്തതോടെ സംസ്ഥാന ബി.ജെ.പിയിൽ സമഗ്ര അഴിച്ചുപണിക്ക് ഒരുങ്ങി കേന്ദ്രം. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിമാരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയേക്കും. നിലവിലെ പ്രതിസന്ധിക്ക് കാരണക്കാർ BL സന്തോഷും H രാജീവുമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് അമിത്ഷാ ഉടൻ കേരളത്തിലെത്തും. രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കുന്നതിനിടെ കാവ്യ മാധവന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തമായ സൂചനയില്ലാതെ പോലീസ്. ഇന്നലെ മണിക്കൂറുകൾ നടത്തിയ ചോദ്യം ചെയ്യലിൽ ആക്രമണത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്ന് ആലുവ റൂറൽ SP AV ജോർജ്. പൾസർ സുനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കാവ്യ നൽകിയ ഉത്തരങ്ങൾ വിശ്വസനീയമല്ലെന്നും പ്രതികരണം. കേസിൽ കാവ്യയുടെ അമ്മയെയും ചോദ്യം ചെയ്തതായി വിവരം. തറവാട്ട് വീട്ടിൽ നടിയെ ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ സംഘം അമ്മയുടെ മൊഴിയെടുത്തത് രാത്രി വൈകി ഉന്നതതല യോഗത്തിന് മുൻപ്. ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം അവ്യക്തത ബോധ്യപ്പെട്ടാൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം. അതേസമയം കേസിൽ കോടതി നടപടികൾ രഹസ്യമാക്കണമെന്ന പ്രോസിക്യൂഷൻ അപേക്ഷയിൽ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. നടിയുടെ രഹസ്യമൊഴി പ്രതിഭാഗത്തിന് നൽകരുതെന്ന ആവശ്യവും പരിഗണയ്ക്ക്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും നിർഭയ കേസിലും ഗൗരവമുള്ളതെന്നും പ്രോസിക്യൂഷൻ. വിൻസെന്റിനെ വിടാതെ. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ വിൻസെന്റ് MLAക്ക് കുരുക്കുമുറുക്കി പോലീസ്. സംഭവത്തിൽ വിൻസെന്റിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനം. വിശദ പരിശോധന മുൻകാലങ്ങളിൽ ഫോൺ ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ചു എന്നതിലും സംഭാഷണങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നതിലും. നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വൈകിട്ട് 4 വരെ കസ്റ്റഡിയിൽ വിട്ട വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കും. MLA ഉന്നത സ്വാധീനമുള്ള വ്യക്തിയെന്നും അതിനാൽ ഫോണും മെമ്മറി കാർഡും കണ്ടെത്തി ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ. വിൻസെന്റിന്റെ വന്ധ്യതാ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നും ആവശ്യം. യെച്ചൂരി അല്ലെങ്കിൽ ആര്? സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ പ്രവേശം കേന്ദ്ര കമ്മിറ്റിയും വോട്ടിലിട്ടു തള്ളിയതോടെ ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് ആര് എന്നതിൽ അഭ്യൂഹം. ബംഗാളിൽ നിന്ന് CPM-ന് സ്ഥാനാർത്ഥി വേണോ അതോ കോൺഗ്രസിന് വോട്ട് ചെയ്യണോ എന്ന കാര്യത്തിൽ ആശങ്ക. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണോ എന്നതിലും CC-യിൽ വിശദ ചർച്ച. പാർലമെന്റിലേക്ക് പരമാവധി 2 തവണ എന്ന കീഴ്വഴക്കം യെച്ചൂരിക്കായി മാറ്റേണ്ടില്ലെന്ന കാരാട്ടുകൃഷ്ണത്തിന്റെ നിലപാട് CC അംഗീകരിച്ചത് ബംഗാൾ ഘടകത്തിനും BS-നും തിരിച്ചടി. സംസ്ഥാന നിലപാട് തള്ളിയ കേന്ദ്ര കമ്മിറ്റി തീരുമാനം കടുത്ത വിഭാഗീയതയ്ക്ക് വഴിവെക്കുമെന്ന് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് പിന്തുണയോടെ യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് അയക്കേണ്ടതില്ലെന്ന പിണറായി നേരത്തെ പറഞ്ഞത് വിവാദത്തിൽ. ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങളും രാജ്യസഭാംഗത്വവും ഒരുമിച്ച് കൊണ്ടുപോവുക എളുപ്പമല്ലെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി. അതേസമയം പ്രസിദ്ധീകരിച്ചത് അഭിമുഖത്തിന്റെ ഒരു ഭാഗം മാത്രമെന്ന വിശദീകരണവുമായി പാർട്ടി കേരള ഘടകം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.